അതായത് അപ്പം കാണുന്നവൻ അപ്പാന്ന് വിളിക്കുക. അതിനുശേഷം വന്ന ഒരു പുള്ളിയാണ്, റിവ്യൂ പറയണ ഒരു പുള്ളിയാണിത്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ പറയാം, ഗംഭീര പടം. എൻ്റെ പ്രോമോ എപ്പോഴും എഴുന്നേറ്റ് നിന്ന് തുള്ളിക്കൊണ്ടിരിക്കുക, ആടാണെന്ന് പറയണം അദ്ദേഹത്തിൻ്റെ, ആടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ആടിക്കൊണ്ടിരുന്ന അദ്ദേഹം വീട്ടിൽ ചെന്ന് എല്ലാം കഴിഞ്ഞ് ഇപ്പം ഇത്രയൊരു കലാപത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിലേക്ക് പോയതിന് ശേഷം പറയാ പടം ഭയങ്കര ഇതാണ്, കലാപമാണ്, അതങ്ങനെയാണ് ചിത്രീകരിച്ചത്, ഇങ്ങനെയാണ് ചിത്രീകരിച്ചത്. അത് നട്ടല് വേണോടാ സ്വന്തം. അതാണ് അപ്പം കാണണമെന്ന് അപ്പം തന്താ എന്ന് വിളിച്ച് ശീലിച്ചതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല, ഒരിക്കലും പറയാൻ പാടില്ലെങ്കിലും പറയാണ്. അല്ലാതെ എന്താ പറയുക ഇതിന്? ഈ ഒരു കലാപം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഗുജറാത്തി ഇത്രയും വലിയ കലാപം എന്ന് പറഞ്ഞാൽ? ഞാനൊക്കെ ആ ടൈമിൽ 6 4 5 പഠിക്കുന്ന പ്രായമാണ്. അന്ന് എന്താ കലാപം എന്നൊന്നും ഇതിനെപ്പറ്റി വിവരിച്ചോ ഒന്നും തന്നെ അറിയില്ല. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രായം വരെയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനോ പിടിക്കാനോ അല്ലെങ്കിൽ ഇത് സെർച്ച് ചെയ്യാനൊന്നും പോയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു വിഷയം മുമ്പോട്ട് വന്നതിന് ശേഷമാണ് എന്നെപ്പോലെ ഒരുപാട് പേര് ഇപ്പോഴും സെർച്ച് ചെയ്ത് എന്താണ് ഇതിൻ്റെ പൂർണ്ണ രൂപം എന്ന് അറിയാൻ വേണ്ടി ഇൻ്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ പോയി അന്വേഷിച്ചതിന് ശേഷമാണ് സത്യത്തിൽ ഇവർ ചെയ്തേണ്ട പരിപാടി തന്നെയാണ് എന്ന് പറയുന്നത്. അതായത് RSS തന്നെ ചെയ്തേണ്ട പരിപാടിയാണെന്നുള്ളത് തീർത്തും തെളിയിച്ച രീതിക്ക് ഒരു വീഡിയോ വരെ വന്നിട്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ? ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ കറക്റ്റ് പക്കയായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് വരെ എടുത്തു മെൻഷൻ ചെയ്ത് പറയുകയാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ആ ചരിത്രം, ആ ട്രെയിനിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ അവർ നടത്തിയ ക്രൂരമായ കൃത്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിന്ന് കേട്ട് പഠിച്ചതിനൊക്കെ ഉണ്ടല്ലോ. ഇപ്പോഴാണ് മനസ്സിലായത് ആ ഒരു പടം ഇറങ്ങിയപ്പോൾ നല്ല അടി കിട്ടിയത് നിങ്ങൾക്കായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി. സത്യം പറയാം, ഇത്ര ദിവസം നിങ്ങളിങ്ങനെ ഇതിനെതിരായിട്ട് ഇത് പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഇറക്കിയപ്പോൾ സത്യം പറയാൻ എനിക്കറിയില്ലായിരുന്നു ഇത്രയൊക്കെ വിഷയങ്ങളിൻ്റെ അടിയിലുണ്ട് എന്നുള്ള കാര്യം. ഇന്നിപ്പോൾ ഈ ഒരു ജനറേഷൻ അല്ലാണ്ടുള്ള താഴെയുള്ള ജനറേഷനിലെ പിള്ളേർ പോലും ഇന്ന് ഈ ഒരു പടത്തിനെ ബാൻ ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്വേഷിച്ച് പിടിച്ചിട്ടില്ല. അപ്പോൾ മൊത്തം പ്രതി നിങ്ങളായിരിക്കും. അതായത് സ്വന്തം കുഴി അങ്ങോട്ട് കുത്തി അങ്ങോട്ട് എടുത്ത് ചാടി, അത്രേ ഉള്ളൂ. അത് ആ പടത്തിൻ്റെ രീതിക്ക് ആ പടം അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു, ഒരു കുഴപ്പമുണ്ടാവില്ല. ആരും അന്വേഷിക്കാനോ ചരിത്രത്തിൽ കുത്താനോ അല്ലെങ്കിൽ നിങ്ങളെ കുത്തി പറയാനോ ഒന്നിനും നിൽക്കില്ലായിരുന്നു. വെറുതെ ചോദിച്ച് മേടിച്ചില്ല. ഇതാണ് പറയുന്നത് ഇതിൻ്റെ അകത്ത് ആയിക്കാനുള്ള പ്രശ്നം.